എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങൾ ചാനൽ ഒന്ന് സബ് ചെയ്യുക. ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ കാര്യത്തിലെടുക്കാം. ചിങ്ങം 1 ഈ വരുന്ന ഞായറാഴ്ച ചിങ്ങം 1 അപ്പോൾ 27 നക്ഷത്രക്കാരെയും എനിക്ക് തോന്നുന്നു ബാധിച്ചിരിക്കുന്ന ഒരു പ്രശ്നം സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളാണ് അല്ലേ. നമുക്ക് സാമ്പത്തികമില്ലാതെ ഇന്നത്തെ കാലത്ത് ഒന്നും പിടിച്ചു നീക്കാൻ പറ്റത്തില്ല. നമ്മൾ ഒരു മാസം എങ്ങനെ വന്നാലും ഒരു 10-30,000 രൂപ ഇല്ലെങ്കിൽ 20,000 രൂപ സാലറി കിട്ടുന്നവന് നഷ്ടങ്ങളെ വരുന്നുള്ളൂ. അപ്പോൾ 27 നക്ഷത്രക്കാർക്കും സാമ്പത്തിക ലാഭം, അതായത് ചിങ്ങമാസം തൊട്ട് സാമ്പത്തിക ലാഭം വരാൻ വേണ്ടി ഏത് വഴിപാടാണ് ക്ഷേത്രത്തിൽ ചെയ്യാൻ പറ്റുന്നത്, നമുക്കതിന് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, ജോലിയിലെ തടസ്സങ്ങൾ, സ്വന്തമായിട്ട് വീട് വെക്കാൻ പറ്റില്ല, പല രീതിയിലുള്ള പ്രശ്നങ്ങൾ പല ഭക്തജനങ്ങൾക്ക്. അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ മാറാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, അതായത് ചിങ്ങം 1-ാം തീയതി തൊട്ട് വഴിപാടുകളും കാര്യങ്ങളും 27 നക്ഷത്രക്കാർക്ക് ഗുണമുണ്ടാകാനുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഭക്തജനങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. ആദ്യം തന്നെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കുടുംബദേവത, അതായത് വീടിൻ്റെ അടുത്ത് ഉള്ള ക്ഷേത്രം, അതായത് നമ്മുടെ നാട്ടിലെ ഒരു ക്ഷേത്രം ഉണ്ടാവുമല്ലോ. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ചിങ്ങമാസം പിറന്നു കഴിഞ്ഞിട്ട് ചിങ്ങമാസം തീരുന്ന ഇപ്പുറം നമ്മുടെ അച്ഛൻ വഴി അമ്മ വഴി കുടുംബ കാവുകളോ ക്ഷേത്രങ്ങളോ ഉണ്ടെങ്കിൽ അവിടെ പോയി ഒന്ന് ദർശനം നടത്തി അവർക്ക് വേണ്ട നമുക്ക് ഇഷ്ടമുള്ള വഴിപാടുകൾ, നമ്മൾ സാമ്പത്തികം അനുസരിച്ചുള്ള വഴിപാടുകൾ അച്ഛൻ വഴി അമ്മ വഴി കുടുംബക്ഷേത്രത്തിൽ പോവുക. ഒപ്പം തന്നെ നമ്മുടെ വീടിൻ്റെ പരിസരത്ത് അടുത്തുള്ള കാവുകളൊക്കെ ഉണ്ടെങ്കിൽ കാവുകൾക്ക് എണ്ണ കൊണ്ടു കൊടുക്കുക. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ പോകാതിരിക്കരുത്. വീടിൻ്റെ അടുത്തുള്ള ക്ഷേത്രത്തിൽ പോകാതെ ദൂരെയുള്ള ക്ഷേത്രത്തിൽ പോയിട്ട് യാതൊരു പ്രയോജനങ്ങളോ കാര്യങ്ങളോ ഇല്ല. ഇപ്പം ഞങ്ങൾക്ക് കുടുംബക്ഷേത്രമുണ്ട്. ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ ബന്ധുക്കാരൊക്കെ വരാൻ ചിലവർ വരാൻ മടിയാണ്. എന്നിട്ട് അവർ ദൂരെയുള്ള ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് വല്ല കാര്യമുണ്ടോ? കാരണം കുടുംബക്ഷേത്രത്തിൽ പോകാതെ നമ്മൾ എത്ര ക്ഷേത്രത്തിൽ പോയിട്ടും യാതൊരു കാര്യമില്ല. അതേപോലെ തന്നെയാണ് വീടിൻ്റെ അടുത്തുള്ള അമ്പലത്തിൽ പോകാതെ നമ്മൾ ബാക്കിയുള്ള ദൂരെയുള്ള അമ്പലങ്ങൾ കയറാതെ യാതൊരു കാര്യമില്ല. വീടിൻ്റെ അടുത്ത് കാവുണ്ടെങ്കിൽ ആ കാവിൽ എണ്ണ കൊടുക്കാതെ മണ്ണർശാലയിൽ പോയി എണ്ണ കൊടുത്തുകൊണ്ട് യാതൊരു പ്രയോജനവും കിട്ടത്തില്ല. അപ്പോൾ ചെന്ന് ചോദിക്കും എല്ലായിടത്തും ഈശ്വരൻ അങ്ങനല്ലേന്ന്. അല്ല, നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ അടുത്ത് ഒരു രക്ഷസ് ഉണ്ടാകും, അവിടെ സർപ്പങ്ങളുണ്ടാകും. അവർ ആ ഭൂമിയിലാണ് നമ്മളെ പരിപാലിക്കുന്നത്, അവരാണ് പരിപാലിക്കുന്നത്. അപ്പോൾ നമ്മൾ തൊട്ടടുത്തുള്ള ക്ഷേത്രങ്ങളെ ഗവനിക്കാതെ ദൂരെ ക്ഷേത്രത്തിൽ പോയാൽ നമുക്ക് യാതൊരു വിധത്തിലുള്ള പ്രയോജനങ്ങൾ കിട്ടത്തില്ല. ഇപ്പോൾ കുടുംബക്ഷേത്രത്തിലൊക്കെ പോകാതെ ബാക്കിയുള്ള ക്ഷേത്രത്തിൽ പോയിട്ട് വല്ല പ്രയോജനമുണ്ടോ? ഇല്ല. അപ്പോൾ ഭക്തജനങ്ങൾ ചിങ്ങമാസം തീരുന്നപ്പുറം അച്ഛൻ വഴി അമ്മ വഴിയുള്ള കുടുംബക്ഷേത്രത്തിൽ പോവുക. പിന്നെ നിങ്ങൾക്ക് സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളും 27 നക്ഷത്രക്കാർക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ ബാധകമാണ്. അച്ഛൻ വഴി അമ്മ വഴി കുടുംബക്ഷേത്രത്തിലൊക്കെ പോവുക. അതുപോലെ തന്നെ 27 നക്ഷത്രക്കാരും ചെയ്യേണ്ട വഴിപാടുകൾ, അതായത് ഇനി അങ്ങോട്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ മാറാൻ വേണ്ടി തടസ്സങ്ങൾ, ജോലിയിലെ തടസ്സങ്ങൾ, ലോൺ വെച്ചിട്ട് പാസ്സാകുന്നില്ല, വീട് പണി തീരുന്നില്ല, എല്ലാം കൊണ്ടും സാമ്പത്തികപരമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഭക്തജനങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു വഴിപാടാണ്. അത് ലളിതമായ ഒരു കാര്യമാണ്, ഭക്തിപൂർവ്വം ചെയ്യാം. നമ്മുടെ വീടിൻ്റെ അടുത്ത് ഏത് ക്ഷേത്രമാണോ ഉള്ളത് ആ ക്ഷേത്രത്തിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കുറച്ച് ദിവസത്തേക്ക് അടുപ്പിച്ച് പോകുന്നവർ അടുപ്പിച്ച് പോവുക. 1 രൂപ നാണയം എടുക്കുക. ഈ നാണയം എടുത്തിട്ട് നമ്മുടെ നെറ്റിക്ക് വെക്കുക. നമ്മുടെ നെറ്റിക്ക് വെച്ചിട്ട് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ നല്ലപോലെ ഒന്ന് സങ്കല്പിക്കുക. എന്നിട്ട് 3 തവണ ഇങ്ങനെ ഒഴിക്കുക. 3 തവണ ഒഴിഞ്ഞിട്ട് ആ 1 രൂപ നാണയം പിടിച്ചിട്ട് നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ ഒന്ന് വലത്ത് വെക്കുക. എന്നിട്ട് സാമ്പത്തികപരമായ പ്രശ്നങ്ങളും തടസ്സങ്ങളും നമ്മളെ ബാധിച്ചിരിക്കുന്ന എന്ത് പ്രശ്നമാണ് ആ പ്രശ്നങ്ങളൊക്കെ പ്രാർത്ഥിച്ച് നമ്മളത് ദൈവൻ്റെ അകത്ത ഭണ്ഡാരം, അതായത് ശ്രീകോലിന് അടുത്തൊരു ഭണ്ഡാരം കാണാം, ആ ഭണ്ഡാരത്തിൽ ഇടുക. അങ്ങനെ നമ്മൾ കുറച്ച് ദിവസം ക്ഷേത്രങ്ങളിൽ നിത്യം പോകുന്നവർ നിത്യം ചെയ്യുക, അഥവാ ആഴ്ച പോകുന്നവർ ആഴ്ച ഇങ്ങനെ ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ ശരീരത്തിലുള്ള നെഗറ്റീവ് എനർജി, അതായത് നമ്മുടെ ആത്മാവിനാണ് സ്ഥിതി ചെയ്യുന്നത്, നമ്മുടെ ആത്മാവ് നെറ്റിക്കാണ്. അതുകൊണ്ടാണ് നമ്മൾ ആത്മാവിന് ബലം കൂട്ടാൻ വേണ്ടിയാണ് ചന്ദനം തൊടുന്നത്. മുസ്ലിംസ് നിസ്കരിക്കുന്ന നിസ്കാരത്തിനുമ്പോൾ ഇവിടെയാണ്, അതായത് ആത്മാവ് ശരിക്കും പറഞ്ഞാൽ ഇവിടെയാണ്. അതുകൊണ്ടാണ് ക്രിസ്ത്യൻസ് ശരിക്കും പറഞ്ഞാൽ കുരിശ് വരയ്ക്കുന്നത്, നമ്മുടെ നെറ്റിയിലാണ്, പിരികത്തിൻ്റെ 2 ഇവിടെയാണ് നമ്മുടെ ആത്മാവ് സ്ഥിതി ചെയ്യുന്നത്. അപ്പം ആത്മാവിന് പോസിറ്റീവായിട്ടുള്ള ഊർജ്ജങ്ങൾ കൊടുക്കാൻ വേണ്ടിയും ശത്രുദോഷങ്ങളും, അതായത് സമ്പത്ത്പരമായ തടസ്സങ്ങളും കാര്യങ്ങളും നമ്മൾ മാറാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടി നമ്മൾ പൈസ ഇവിടെ വെച്ച് പ്രാർത്ഥിച്ച് ദേവിയോ കിട്ടുക. അതാണ് ഞാൻ പറഞ്ഞത്, വീടിൻ്റെ അടുത്തുള്ള ക്ഷേത്രത്തിലാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ പോകുമ്പോൾ തോറും ഈ ഓരോ നാണയം ഇടുമ്പോൾ നമ്മുടെ തടസ്സങ്ങൾ മാറുകയും നമ്മൾ ഇത് വിശ്വാസപൂർവ്വം ചെയ്യുവാണെങ്കിൽ നമുക്ക് സാമ്പത്തിക ലാഭം, അതായത് ജോലി ചെയ്യുന്ന പൈസ നമുക്ക് ലാഭമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പ്രാർത്ഥിച്ച് വേണം ഈ ഒരു കാര്യം ചെയ്യാൻ. ഒപ്പം തന്നെ ആ ഒരു ക്ഷേത്രത്തിൽ നമ്മൾ ഭഗവതി സേവ നടത്തുക. ഭഗവതി സേവയും ഗണപതി ഹോമവും ഒരേപോലെ നമ്മുടെ മാസം പേര് നടത്തുക. ശത്രുദോഷങ്ങൾ, ആഭിചാര ദോഷങ്ങൾ,
ദോഷങ്ങൾ, തടസ്സങ്ങൾ, സാമ്പത്തിക ലാഭത്തിനും ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഞാൻ ഭക്തജനങ്ങൾക്ക് മനസ്സിലാക്കുന്നത്. ഈ ഒരു കാര്യം ചെയ്യുമ്പോഴത്തേക്ക് ചിങ്ങം തൊട്ട് ഇനി അങ്ങോട്ടുള്ള മാസം സാമ്പത്തിക ലാഭം ഉണ്ടാകും. സാലറി കിട്ടുന്ന സമയത്ത് നമുക്ക് നഷ്ടങ്ങളോ കാര്യങ്ങളോ ഭക്തജനങ്ങൾക്ക് ഉണ്ടാകത്തില്ല. നിങ്ങൾക്ക് വേണ്ട എല്ലാവിധ ഐശ്വര്യങ്ങളും കാര്യങ്ങളൊക്കെ ഭക്തജനങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. അപ്പം എന്തെങ്കിലും നിങ്ങൾക്ക് ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക. അപ്പോൾ 27 നക്ഷത്രക്കാർക്ക് ചിങ്ങമാസം തൊട്ട് സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയുള്ള വഴിപാടുകളും കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഭക്തജനങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ ജ്യോതിഷപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ നോക്കി പറയുന്നതാണ്. വാസ്തുപരമായ കാര്യങ്ങൾ വീടുകളിൽ വന്ന് നോക്കി നിർദ്ദേശിച്ച് തരുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക.